കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. അതിനായിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റാം. എന്നിട്ട് വലിയ പൂക്കളായിട്ട് കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തണ്ട് അധികം വേണ്ട, പൂക്കളോട് ചേർന്ന് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്ലോററ്റ്സ് ആയിട്ട് മാറ്റുമ്പോഴും തീരെ കുഞ്ഞാക്കണ്ട, ഈ ഒരു സൈസിൽ തന്നെ എടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് മാവിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ ഈസി ആയിരിക്കാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് എടുക്കണ്ട, ഇതുപോലെ വലുതായിട്ട് തന്നെ എടുത്ത് വെക്കുക. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. മുങ്ങിക്കിടക്കുന്ന ലെവലിൽ വെള്ളം എടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലോട്ട് ഉപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പോ പൊടിയുപ്പോ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം കോളിഫ്ലവർ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതൊന്ന് പകുതി ഒന്ന് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് ബാറ്റർ റെഡിയാക്കാം. 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ കുട്ടികൾക്കായതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ബാറ്റർ റെഡിയാക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് തീരെ ലൂസും അല്ല എന്നാൽ തീരെ തിക്കും അല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയായി കഴിഞ്ഞ് കോളിഫ്ലവർ ഞാൻ വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയ ശേഷമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് മുക്കി വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുക്കുക. ഈ ബാറ്ററിൽ ഓരോന്നായിട്ട് ഇതുപോലെ മുക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും നല്ലപോലെ ഒന്ന് കോട്ടായിട്ട് കിട്ടുന്നത്. അതിനാണ് വലിയ കോളിഫ്ലവറായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇനി നേരെ ഇത് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. ഇനി കോളിഫ്ലവർ നല്ലപോലെ ഇത് ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്ത് ഒരു തട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഡീപ്പ് ഫ്രൈ ആണ്, അപ്പോൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ചൂടാക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോളിഫ്ലവർ എല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലീൻ റാപ്പ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ആവശ്യമുള്ളപ്പോൾ വറുത്ത് കോരി എടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഇത് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരം ഇതൊന്ന് അനക്കരുത്. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. നിറം മാറുമ്പോൾ ഇതുപോലെ ആയി വരുമ്പോൾ മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ എല്ലാ ബ്രെഡ് ക്രംസ് എണ്ണയിലോട്ട് അങ്ങ് വീണ് പോവും. നിങ്ങൾക്ക് എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈക്ക് പകരം ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തും എടുക്കാം. അതിനായിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം 180 ഡിഗ്രി തന്നെ 20 മിനിറ്റ് ഒരു സൈഡ് വെച്ച് ബേക്ക് ചെയ്ത ശേഷം എടുത്തിട്ട് ഒന്ന് സൈഡ് മാറ്റി തിരിച്ചിട്ട് കൊടുത്ത് 20 മിനിറ്റ് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയില്ലാതെ ബേക്ക് ചെയ്തുള്ള കോളിഫ്ലവർ നഗറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത ശേഷം ഇത് ഫ്രീസറിലും സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ വറുത്ത് കോരി എടുക്കുകയും ചെയ്യാം. ഒന്നിൽ ക്ലീൻ റാപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു സിബ്ലോക്ക് കവറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കോളിഫ്ലവർ നഗറ്റ്സ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കരുത്. താങ്ക്